ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രേഖ പ്രിയയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രിയേ മോളെ, നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഗോവിന്ദേട്ടനെയും ഗീതുവിനെയും ഡിവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം, എന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അത് കേട്ടുകൊണ്ട് കാഞ്ചന വരിക. അതെങ്ങനെ നടക്കും? ഗോവിന്ദ് മാമാവും ഗീതു പാപ്പാവും ഇപ്പം ഈ വീട്ടിൽ കീരിയും പാമ്പിനെയും പോലെയാ. അപ്പോൾ എങ്ങനെ അവർ ഡിവോഴ്സ് വേണ്ടാന്ന് വയ്ക്കും? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ദേ ഗീതുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗോവിന്ദ് വരുന്നു. അത് കണ്ടതും പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ദേ അങ്ങോട്ട് നോക്ക്. അത് കേട്ടതും രേഖയും പ്രിയയും തിരിഞ്ഞു നോക്കുമ്പോൾ അതാ രണ്ടുപേരും കൂടെ ആടി ആടി വരിക. അത് കണ്ടതും രേഖയ്ക്കും പ്രിയയ്ക്കും ചിരി വരിക. ഈ സമയം ഗോവിന്ദ് ഗീതുവിനോട്, അതെ എടി, നീയാണ് ഞാൻ വീഴാണ്ട് എന്നെ താങ്ങിപ്പിടിക്കേണ്ടത്, ഞാൻ വീഴാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അത് കേട്ടതും എൻ്റെ ഗോവിന്ദേട്ടനെ ഞാൻ വീഴാതെ നോക്കും. ഗോവിന്ദേട്ടനെ ദേ ഞാനേ ഈ ഉള്ളം കൈ താങ്ങും. അത് കേട്ടതും ഇത്തിരി പോന്ന നിന്റെ ഉള്ളം കയ്യിൽ നീ എന്നെ താങ്ങുമെന്നോ? നടക്കുമെന്നേ. കണ്ടോ ഗോവിന്ദേട്ട, നടക്കും. അപ്പോൾ നീയാണോ ആ ഭാര്യ? അതെ. ഏത് ഭാര്യ? ഈ സത്യശീല ഭാര്യ എന്നൊക്കെ പറയുമല്ലോ, ആ ഭാര്യ. അതെ, ആ ഭാര്യയെ പോലെ ഞാൻ എൻ്റെ ഗോവിന്ദേട്ടനെ ഇങ്ങനെ തൂക്കി ഇങ്ങനെ എടുക്കും എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ്റെ കാല് പിടിച്ചൊരൊറ്റ പോക്ക് ഗീതു. ഗോവിന്ദ് അവിടെയുള്ള കസാരയിൽ അങ്ങനെ ഇരുന്നു. അപ്പം അതുകൊണ്ട് പ്രിയയും രേഖയും ഭയങ്കര ചിരിയാ. അപ്പം കാഞ്ചന, പ്രിയ പാപ്പ ഈ എന്നാ നടക്കുന്നത് ഇங்கே? അത് പറഞ്ഞതും കണ്ടോ ഗോവിന്ദേട്ടനും ഗീതു ചേച്ചിയും പിരിയാൻ പോണെന്ന് പറഞ്ഞില്ലേ, അവർ ഈ ജന്മത്തൊന്നും പിരിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. എന്നാലേ ഗോവിന്ദേട്ടനോട് എനിക്ക് കുറേ സോറി പറയണം. ഗോവിന്ദേട്ടൻ വാ, എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെയും വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അവർ ഓരോ സ്റ്റെപ്പും കയറി മുകളിലേക്ക് പോവുക. ഈ സമയം ഭദ്രനും വിലാസിനിയും കൂടെ, എൻ്റെ ദൈവമേ, എടി വിലാസിനി, ഇതെങ്ങാനും രാധികാമ്മ കണ്ട നമ്മുടെ കയ്യിൽ നിന്ന് കാശും പിടിച്ചു പറിച്ച് അങ്ങോട്ട് നമ്മളെ പറഞ്ഞു വിടുകയും ചെയ്യും. അത് ശരിയാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭദ്രേട്ട? അറിയില്ല, ഇവളെന്തുവായി കാണിക്കുന്നത്? ഗോവിന്ദനെയും പിടിച്ചുകൊണ്ട്, ദൈവമേ, ഇവൾക്ക് എന്താ ബോധമില്ലേ? ബോധം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വിലാസിനി അവൾ അങ്ങനെ വരുന്നത് എന്നും പറഞ്ഞ് ഭദ്രനും. ഈ സമയം ഗീതു ഗോവിന്ദൻ്റെ കയ്യും പിടിച്ച് മുകളിലേക്ക് കയറുക. താങ്ങിപ്പിടിച്ചോ ഐലസ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടുപേരും അവരുടെ മുറിയിലേക്ക് പോവുക. ഈ സമയം പ്രിയയും രേഖയും കൂടെ ഇങ്ങനെ സംസാരിക്കണം. അവർ പിരിയൊന്ന് രേഖയച്ചല്ലേ പറഞ്ഞത്? കണ്ടില്ലേ അവരുടെ പോക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ അവർ ജന്മത്ത് പിരിയില്ല എന്ന്. പിന്നെ എന്തിനാ രേഖയച്ച് ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഇനി അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ സംസാരിക്കുക. ഇത് കേട്ടതും കാഞ്ചന, அல்ல சண்டை போட்டு இன்னைக்கு பிரியுமா நாளைக்கு பிரியுமான்னு இருந்தவங்க எப்படி ஆயிடுச்சு பிரியா பாப்பா உனக்கு தெரியுமா? അത് കേട്ടതും കാഞ്ചനയോട്, കാഞ്ചനക്ക് ഇപ്പം എന്താ കണ്ടേ? അത് ഒരു ഭരതനാട്യം, കുച്ചിപ്പുടി, ബ്രേക്ക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇരുന്ന് ഡാൻസ് കളിക്കുക. അത് കണ്ടത് പ്രിയയും രേഖയും കൂടി ഇരുന്ന് ഭയങ്കര ചിരിക്കുക. അങ്ങനെ ഡാൻസ് കളിച്ച് എന്നമോ ആയിടിച്ച്. അതെന്നെ ഗീതുക്കും ഗോവിന്ദും മാമക്ക് എന്നെ നടന്നിച്ചെന്ന് ഒന്നുമേ പുരിയ മാട്ടിങ്ങിതേ എന്നും പറഞ്ഞങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഭദ്രനും വിലാസിനെയും, ഈശ്വര ഇവളിത് എന്തിനുള്ള പുറപ്പാടാണെന്നാവോ? ദേ നോക്കി, ഗോവിന്ദനെ താങ്ങി പിടിച്ചോണ്ട് രണ്ടുപേരും ആ മുറിയിലേക്ക് പോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മുറിയിലേക്ക് പോവാം, നമ്മളിവിടെ എങ്ങാനും രാധികാമ്മ കണ്ടാൽ പിന്നെ തീർന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് മുങ്ങി. ഈ സമയം മുറിയിലെത്തിയതും ഗീതുവും ഗോവിന്ദും കൂടെ സംസാരിക്കുക. കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടന് എന്താ കൂടുതൽ ഇഷ്ടമെന്നറിയാമോ? എന്താ? അതെ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരേ ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാൾ, ആളുടെ പേരാണ് കണ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ഓടക്കുഴലോതി നടക്കുന്ന കണ്ണൻ, കാർവർണ്ണൻ എന്നൊക്കെ പറയാം. അത് കേട്ടതും ഗോവിന്ദ് ഭയങ്കര ശരിയാ. അതുകൊണ്ടാണ് എനിക്ക് കണ്ണേട്ടാന്ന് വിളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ കണ്ണേട്ടാന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, നീ വിളിച്ചോ, നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പിന്നെ കണ്ണേട്ടാ, ഞാനേ കണ്ണേട്ടനോട് സോറി പറയാമെന്ന് പറഞ്ഞല്ലോ, പറയണം. എനിക്ക് കുറേ സോറി പറയണം. കണ്ണേട്ടനെ ഞാൻ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സോറി പറയണമെന്ന് പറഞ്ഞത്. പറഞ്ഞോ, നീ സോറി പറഞ്ഞോ. ഇപ്പം ഈ മുറിയിൽ ആരുമില്ല, അപ്പം നിനക്ക് എത്ര സോറി വേണമെങ്കിലും പറയാം. സത്യമായിട്ടും കണ്ണേട്ടൻ എന്നോട് ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഗീതു ഗോവിന്ദൻ്റെ കൈ പിടിച്ച് ഡാൻസ് കളിക്കണം കേട്ടോ.
ഈ സമയം ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഗോവിന്ദനെ അവിടെ ഇരുത്തിയിട്ട് ഗീതു, അതെ കണ്ണേട്ടനോട് ഞാൻ കുറേ തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തേ? ഞാൻ കണ്ണേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു. കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചു. നിന്നോട് ഞാൻ ക്ഷമിച്ചു. നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോട് ക്ഷമിക്കാനാ? കണ്ണേട്ടാ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്താ? കണ്ണേട്ടൻ എനിക്ക് എന്തിനാ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ? ഞാൻ കണ്ണേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടതല്ലേ? അത് കേട്ടതും സത്യം പറഞ്ഞാലേ ഞാനൊരു രഹസ്യം തുറന്നു പറയട്ടെ. അത് കേട്ടതും ഗീതു, എന്താ? പറ. അതെ, നിനക്ക് ഞാൻ ഡിവോഴ്സ് തന്നത് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല, നിന്നോട് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടുമല്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഡിവോഴ്സ് നോട്ടീസ് തന്നു കഴിഞ്ഞാൽ നീ ഈ വീട്ടിൽ നിന്ന് താലിയും പൊട്ടിച്ചിറങ്ങി ഓടുമല്ലോ. അങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാ. അത് കേട്ടതും ഗീതു, അതെനിക്കറിയായിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? കണ്ണേട്ടനെ മഹേഷിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ആഹാ, അപ്പം ഞാൻ സംസാരിക്കുന്നതെല്ലാം മുളിഞ്ഞെന്ന് കേട്ടു അല്ലേ? ആ, കേട്ടു. പിന്നെ ഞാനും ഒരു കാര്യം പറയട്ടെ കണ്ണേട്ടാ. ഇപ്പം കണ്ണേട്ടൻ എന്നോട് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയണ്ടേ? എന്താ ഗീതു? അതെ കണ്ണേട്ടാ, ഞാൻ കണ്ണേട്ടനെ ശരിക്കും സ്നേഹിച്ചില്ലായിരുന്നു, സ്നേഹം അഭിനയിക്കുമായിരുന്നു എന്നും ഗീതു. അതെനിക്കറിയായിരുന്നു. എനിക്കറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ അത് നിന്നിൽ നിന്നും മറച്ചു വെച്ചതും നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എല്ലാവരുടെയും മുൻപിൽ തുറന്നു പറഞ്ഞതും. പക്ഷേ ഇപ്പം സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കണ്ണേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ണേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. കണ്ണേട്ടനെ എനിക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ച് സോറിയൊക്കെ പറയുക. ഈ സമയം എന്താ നമ്മുടെ വരുൺ ഇതെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ്. ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്ത് ഇവളെന്താ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നേരെ രാധികയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എന്താ? എന്തു പറ്റി? അതെ ഡിവോഴ്സ് നോട്ടീസിൽ കുറച്ച് മുമ്പല്ലേ അവൾ സൈൻ ചെയ്തത്. എനിക്ക് പേടി തോന്നുന്നുണ്ട്. രണ്ടുപേരും നല്ല ലെവലില്ല. ആ സമയത്ത് രണ്ടുപേരും ഒരു മുറിയിലുമാണ്. എന്തെങ്കിലും സംഭവിച്ചാലേ നാളെ പിന്നെ ഏട്ടൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും എങ്ങനെയെങ്കിലും ഗീതുവിനെ ഏട്ടൻ്റെ മുറിയിൽ നിന്നും പുറത്താക്കണം. എനിക്ക് തോന്നുന്നു പ്രിയ അവരുടെ കാര്യങ്ങൾ എല്ലാം സംസാരിച്ച് ഇത് പ്രശ്നം പരിഹരിച്ചു എന്നാ. അതുകൊണ്ട് ഇപ്പോൾ ഗീതുവും ഗോവിന്ദേട്ടനും ഒരു മുറിയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നോ? അവനെങ്ങാനും അറിഞ്ഞ ഗീതുവിനെ ചവിട്ടി പുറത്താകും. പിന്നെ അമ്മ ഒന്ന് അവിടെ വരെ വാ, എന്നിട്ട് നോക്കാം അവിടെ എന്താ നടക്കുന്നതെന്ന്. അമ്മയ്ക്ക് അപ്പം മനസ്സിലാവും. ഗോവിന്ദേട്ടൻ ഗീതുവിനെ ചവിട്ടി പുറത്താക്കുമോ ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് ഉമ്മ കൊടുത്തോണ്ടിരിക്കുക. അമ്മയുടെ പ്ലാനുകളെല്ലാം തകരും അമ്മേ എന്നൊക്കെ പറഞ്ഞ് വരുൺ പറയുവാണ്. ഇത് കേട്ടതും രാധിക ഇരുന്നോടത്തൊന്ന് ചാടി എഴുന്നേറ്റു. അങ്ങനെ വരാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. ഗോവിന്ദനെയും ഗീതുവിനെയും ഞാൻ അകറ്റിയിരിക്കും. രണ്ടുപേരും ഡിവോഴ്സ് ആക്കിയിട്ട് ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. അത് കേട്ടതും എനിക്ക് തോന്നുന്നില്ല പ്രിയ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് കരുതി നമ്മൾ വിചാരിച്ചത്. പക്ഷേ അവൾക്ക് വലുത് അവളുടെ ഗീതുവാ. ഗീതു വെച്ചിന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഗീതുവിൻ്റെ ജീവിതം തകരാതിരിക്കാൻ അവൾ ഏതറ്റം വരെ പോകും. എന്തായാലും ഞാനൊന്നേ പറയുന്നുള്ളൂ, അമ്മ ഒന്ന് നോക്കിക്കോ. അമ്മ ഈ പെടുന്ന പാടെല്ലാം വെറുതെ ആയിപ്പോവും. അത് കേട്ടതും ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ രാധിക. പിന്നെ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഗോവിന്ദേട്ടൻ എന്താ? ഗോവിന്ദേട്ടന് ഗീതു ആ വലുത്. അത് ഞാൻ പറയുന്നത് സത്യം. അമ്മയ്ക്കിനി എന്നെ വിശ്വാസമില്ലെങ്കിൽ അവരുടെ മുറിയിൽ നേരിട്ട് വന്ന് നോക്ക്, അപ്പം നമുക്ക് ബോധ്യപ്പെടും. അത് കേട്ടത് പ്രിയയെ നമ്മൾ പറയുന്ന അനുസരിച്ച് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ച വിനോദിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചത്. ഇതിപ്പോൾ പ്രിയ കൈവിട്ടു പോകുന്ന അവസ്ഥയാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ പ്രിയ ഈ വീട്ടിലേക്ക് വരാതെ നോക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് രാധിക നേരെ വരുണിനോടൊപ്പം ഗോവിന്ദന്റെ മുറിയിലേക്ക് പോവുക. അപ്പോൾ ഗീതവും ഗോവിന്ദും സംസാരിക്കുന്നത് മറിഞ്ഞെന്ന് കേൾക്കുവാണ്. നിനക്ക് എന്നോട് ഇത്രയും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്താ കിഷോറിന്റെ കാര്യം എന്നോട് പറയാതിരുന്നത്? കിഷോറിന്റെ ഏത് കാര്യം എന്നും ഗീതു ചോദിക്കാം. കിഷോറാണ് അപർണികയുടെ ഭർത്താവ് എന്നുള്ള കാര്യം അത് നീ അറിഞ്ഞിട്ടും എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? അത് കേട്ടതും ആര് പറഞ്ഞു മറച്ചു വെച്ചു എന്ന് ഞാൻ ആ കാര്യം പറയാൻ വേണ്ടി എത്ര പ്രാവശ്യം ഗോവിന്ദ് കണ്ണേട്ടൻ്റെ മുൻപിൽ വന്നതാ. കണ്ണേട്ടൻ കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ, അങ്ങോട്ട് പോയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ പറയും? അവസാനം പറയാൻ പറ്റാതെ വന്നപ്പോൾ ഞാനത് വോയിസ് മെസ്സേജ് ആക്കി കണ്ണേട്ടൻ്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. കണ്ണേട്ടൻ അത് കേട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഏത് മെസ്സേജ്?
എപ്പോൾ അയച്ചു? ഞാൻ എപ്പോൾ കേട്ടു? മൊബൈലെടുത്ത് നോക്ക്, അപ്പം മനസ്സിലാവും. ഞാൻ അയച്ച മെസ്സേജ് കണ്ണേട്ടൻ കേട്ടിട്ടുമുണ്ട്, അത് നന്നായിട്ട് കേൾക്കാൻ പറ്റിയിട്ടുമുണ്ട്. അത് കേട്ടതും ഇല്ല, ഞാനത് കേട്ടില്ല എന്നും ഗോവിന്ദ്. അപ്പം രാധിക, വരുൺ, ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത കാര്യം ഗോവിന്ദ് അറിയോ? ദേ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അവന് മനസ്സിലാകില്ലേ? എൻ്റെ അമ്മേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ആ മെസ്സേജ് ആ ഫോണിലില്ലല്ലോ, അത് വിചാരിച്ച് സമാധാനപ്പെടും. ആ മെസ്സേജ് ആ ഫോണിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ ഗീതുവിനെ സ്നേഹിച്ചെന്നെ. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. അപ്പോൾ ഗോവിന്ദ് 2 മൊബൈലും കയ്യിൽ വെച്ചേക്കുക. എവിടെ എൻ്റെ ഫോണിൽ നീ അയച്ച മെസ്സേജ് എവിടെ? ഉണ്ടായിരുന്നല്ലോ, നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലേ എൻ്റെ ഫോണിങ്ങതാ എന്നും പറഞ്ഞ് ഗീതു ആ ഫോൺ മേടിക്കുക. ആ ഫോൺ മേടിച്ചിട്ട് ഗീതു ഗോവിന്ദൻ അയച്ച മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ്. നോക്ക്, നന്നായിട്ട് നോക്ക്, ഡേറ്റും സമയവും ഒക്കെ കൃത്യമായിട്ടുണ്ട്. കണ്ണിട്ട് നോക്കിയതിൻ്റെ ആ ബ്ലൂ കളർ മാർക്കും ഉണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായില്ലേ? അത് കേട്ടതും, പക്ഷെ ഞാനിത് കേട്ടിട്ടില്ല. അപ്പോൾ ഗീതു, എന്നാലേ ഇത് ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്ന മറ്റാരോ കേട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കാണും, അതായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ ഫോണ് ഞാനറിയാതെ വേറെ ആരെടുക്കാനാ? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ടാവും. നിങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ എൻ്റെ തെറ്റല്ലല്ലോ. ഞാൻ പല പ്രാവശ്യം ഗോവിന്ദേട്ടൻ്റെ മുൻപിൽ വന്നതാ കിഷോറിൻ്റെ കാര്യം പറയാൻ. ഗോവിന്ദേട്ടൻ എന്നെ വിശ്വസിച്ചില്ല, ടിപ്പ് അയച്ചു. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം രാധിക, ഇനി നിന്ന രാധികയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗീതു പറയുമെന്ന് വിചാരിച്ച് ഓടിക്കേറി വരികയാണ്. ഗോവിന്ദ് എന്നും പറഞ്ഞൊരു വിളി. അപ്പോൾ ഗീതു, ദേ വന്നു എന്നും പറയുക. അപ്പോഴേക്കും എന്താ അമ്മേ, ഇവിടെ എന്താ നടക്കുന്നേ? ഡിവോഴ്സിന് വേണ്ടി കോടതി വരെ കേസായി നിൽക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്ന തെറ്റല്ലേ? അത് കേട്ടതും, അമ്മേ, ഇവളെന്തോ മാപ്പ് പറയാൻ വന്നതാ. എന്നോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. അത് ഇത്ര വലിയ തെറ്റാണോ? എന്നോട് മാത്രമല്ല, അമ്മയോട് ഇവള് മാപ്പ് പറയും. അത് കേട്ടതും, മാപ്പോ? ഞാനോ? എൻ്റെ പട്ടി പറയും എന്നും. അത് കേട്ടതും ഗോവിന്ദ്, നീ എന്നെ പട്ടിന്ന് വിളിക്കും അല്ലേടി എന്നും പറഞ്ഞ് ഗീതുവിനെ തല്ലാൻ പോവുക. അപ്പോൾ വരുൺ, ഗോവിന്ദേട്ടാ വേണ്ട, ഇവളെന്തോ വലിച്ചു കയറ്റി ദേ ബോധമില്ലാണ്ട് നിൽക്കുക. അതെനിക്ക് മനസ്സിലായടാ വരുണേ. ബോധമില്ലാത്തത് എനിക്കല്ല, ഈ മനുഷ്യനെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഗോവിന്ദന് നേരെ കൈ ചൂണ്ടുക. അത് കേട്ടതും, ഗീതു, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ഞാൻ പോകുക, അല്ലെങ്കിൽ ഞാനിവിടെ കിടക്കാൻ വന്നൊന്നുമല്ല. ഞാനേ ഒരു സത്യം തുറന്നു പറയാൻ വേണ്ടി വന്നതാ. എന്തായാലും എനിക്ക് കുറേ സത്യങ്ങൾ തുറന്ന് പറയാനുണ്ട്. എല്ലാ സത്യവും ഞാൻ തുറന്ന് പറയും. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നീ ഇപ്പം ഇവിടെ നിന്ന് പോ. നാളെ രാവിലെ എന്താണെന്ന് വെച്ചാൽ പറ. എന്നാൽ കണ്ണേട്ടാ, ഗുഡ് നൈറ്റ്, ഞാൻ പോവുകയാണേ എന്നും പറഞ്ഞ് വരുണിനോട് മാറി നിൽക്കടാ അങ്ങോട്ട് എന്നും പറഞ്ഞ് തള്ളിയിട്ടിട്ട് ഗീതു അങ്ങ് പോയി. ഗീതു പോയതും വരുൺ, ഏട്ടാ, അവൾക്ക് എന്തോ ആരോ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായടാ, അവൾ നല്ല പൂസ. അത് ശരിയാ, ഏട്ടനെ പോലെ തന്നെ എന്നും പറയണം. അങ്ങനെ വരുൺ പോയി കഴിഞ്ഞതും രാധിക, കണ്ണാ, എന്താ അമ്മേ? ദേ അവളെ ഇതുപോലെ പല അടവുകളും പറഞ്ഞുകൊണ്ട് നിന്റെ മുൻപിലേക്ക് വരും. അതെനിക്കറിയാമേ. നീയേ അവൾ പറയുന്നതിലൊന്നും വീഴരുത്. അപ്പോഴേക്കും ഗോവിന്ദ് കട്ടിലേക്ക് വീണു. ഇല്ലമ്മേ, ഞാൻ വീഴൂല, ഞാൻ ഉറപ്പായിട്ടും വീഴൂല. അവൾ എന്ത് പറഞ്ഞാലും ഞാൻ വീഴൂല എന്നും പറയാ. എന്നാലേ ഡിവോഴ്സിന് കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങളിങ്ങനെ ഒരുമിച്ചൊരു മുറി കഴിയരുത്. അവൾ ഇനിയും വരും, അവളെ ഈ മുറിയിലേക്ക് കേറ്റൂലെന്നേ എന്ന് ഗോവിന്ദ് പറയുക. അത് കേട്ടതും രാധിക അങ്ങോട്ട് പോയി. രാധിക പോയി കഴിഞ്ഞതും നമ്മുടെ ഗോവിന്ദ്, അതെ, ഒരു കൊടുങ്കാറ്റ് വന്ന് ഒഴിഞ്ഞു പോയ പോലെ ഉണ്ട് ഗീതു പോയപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗോവിന്ദ് അവിടെ കിടന്നിട്ട്, എന്നാലും അവൾ എന്നോട് സോറി പറഞ്ഞില്ലല്ലോ, സോറി പറയാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അവൾ എന്നെ പറ്റിച്ചു. അതെന്താ സോറി പറയാതിരുന്നത്? സോറി പറയാതിരുന്നത് തെറ്റല്ലേ? പിന്നെ അവൾ എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? സോറി പറയാമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ ഇരുന്ന് ഇത്രയും നേരം സംസാരിച്ചു. ഒരു സോറി പോലും അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നാലും എന്ത് ചെയ്യും? അവൾ സോറി പറയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക. അതെ, ഗീതുവിനെ കൊണ്ട് സോറി പറയിക്കാൻ ഇനി ഗോവിന്ദ് ഗീതുവിൻ്റെ മുറിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഗീതു ഗോവിന്ദൻ്റെ മുറിയിലേക്ക് വരുമോ? ഗോവിന്ദനെയും ഗീതുവിനെയും തടയാൻ രാധികയ്ക്കോ വരുണിനോ പറ്റുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. അതേ പ്രേക്ഷകരെ, ഈ പൂസ് ഗോവിന്ദനെയും ഗീതുവിനെയും ഒന്നിപ്പിക്കുന്ന ഒരു അടിപൊളി മരുന്ന് തന്നെയാണ്. ഭദ്രന് ഒരു ഷെയ്ക്കാൻ തന്നെ കൊടുക്കണം. ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിടാൻ വേണ്ടി ഗീതുവിനെ മയക്കുമരുന്ന് കലക്കി കൊടുത്തു. എന്നാൽ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് കിട്ടിയില്ല.
അവസാനം ഗീതുവും ഗോവിന്ദും ഒന്നാവുകയും ചെയ്തു. ഇതിൽ നിന്നും രാധികാമ്മയ്ക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ? ഒരിക്കലുമില്ല. ഗോവിന്ദനെയും ഗീതുവിനെയും ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ രണ്ടുപേരും നാളെ നേരം വെളുപ്പിക്കുമെന്ന് തീർച്ചയായിട്ടും നമ്മൾക്കറിയാം. പക്ഷേ രാധിക വിചാരിച്ചിരിക്കുന്നത് ഗോവിന്ദ് താൻ പറയുന്നത് അനുസരിക്കുമെന്നാണ്. എന്നാൽ ഗോവിന്ദന്റെ മനസ്സ് നിറയെ ഗീതുവിനോടുള്ള ഇഷ്ടമാണ്. പക്ഷേ അറയ്ക്കൽ തറവാട്ടിൽ നിന്നും ഗീതുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദ് പെടാപ്പാട് പെടുന്നതെന്ന് രാധികയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.